എന്നെ സംബന്ധിച്ച് എൻ്റെ സിറ്റുവേഷനാണ്, എൻ്റെ സാഹചര്യമാണ് എന്നെ ഈ ഒരു ധൈര്യം ആയിട്ട് എത്തിച്ചത്. അതിനുശേഷമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, തെറി, പ്രശ്നങ്ങൾ, ബാഡ് കമൻറ്റുകൾ, ഞാൻ വീട്ടിൽ ഇരുന്ന് അതൊന്നും ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു. മൈൻഡ് ചെയ്തിട്ട് ചില സമയമൊക്കെ വിഷമം വരും, പക്ഷെ യാതൊരുവിധ പ്രശ്നവുമില്ല. നമുക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വിഷയമല്ലാതായി. ഈ ഫിനാലെ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹാപ്പി ആയിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം നല്ല അടിപൊളി ഡ്രസ്സ്, ലാലേട്ടന് സെയിം കളർ ഡ്രസ്സ് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അന്ന് കുറച്ചുകൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു സുന്ദരിയായിട്ടായിരുന്നു. സോ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോ ടിവിയിലൂടെ മാത്രമേ ഉള്ളൂ ഇത് സീസൺ 6 വരെയും കണ്ടിട്ടുണ്ടായിരുന്നത്. നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ബിബി കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ലായിരുന്നു. സോ എങ്കിൽ പോലും നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്നു നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യം, ചേച്ചി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് മാറിയെന്നാണ്. ചേച്ചി ബോൾഡ് ആയിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ചേച്ചി മാറുന്നുണ്ട്. ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ. അപ്പം ഇത്തരത്തിലുള്ളൊരു സ്ത്രീകൾക്ക് ചേച്ചി കൊടുക്കാൻ പറ്റുന്ന ഉപദേശം തന്നെ? അതായത് ബോൾഡായ സ്ത്രീകൾക്കാണോ? അല്ല, ബോൾഡ് അല്ലാത്ത. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ സിറ്റുവേഷനാണ്, എൻ്റെ സാഹചര്യമാണ് എന്നെ ഈ ഒരു ധൈര്യം ആയിട്ട് എത്തിച്ചത്. അതുപോലെ എന്ത് വന്നാലും പതറില്ല, മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും ഒരു 100 പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും നമ്മളെ അറിയാവുന്ന ഒരു 2 പേര് മതി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിരിക്കും. അതായത് എവിടെയാണെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് ഉണ്ടായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഒരു കച്ചിത്തുരുമ്പ് പോലെ ഏതായാലും ഒരാളെങ്കിലും നമുക്കൊപ്പം ഉണ്ടായിരിക്കും. അത് മതി മുന്നോട്ട് പോകാനുള്ള ശക്തി. സോ അതേ എനിക്ക് പറയാനുള്ളൂ. ആരും തകർന്നു പോകല്. എന്ത് പ്രശ്നം വന്നാലും സ്ത്രീകളുടെ ഇടയിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അതിനുശേഷമുള്ള സൈബർ ബുള്ളിങ്, അതിനുശേഷമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, തെറി, പ്രശ്നങ്ങൾ, കമൻറ്റുകൾ, ബാഡ് കമൻറ്റുകൾ, ഞാൻ വീട്ടിൽ ഇരുന്ന് അതൊന്നും ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറന്നുയർന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ, നിങ്ങൾ മുന്നോട്ട് വരാം. സമൂഹത്തിന് മുന്നോട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും കുഴിച്ചുമൂടി നിങ്ങൾ വീട്ടിലൊരു മൂലയ്ക്ക് ഇരിക്കേണ്ടവരല്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഞാൻ മുന്നോട്ട് പോകുന്ന പോലെ നിങ്ങളും മുന്നോട്ട് പോകാൻ, നമുക്ക് ഒരാളെങ്കിലും, ആരുമില്ലെങ്കിലും ദൈവമെങ്കിലും ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകർന്നിരിക്കരുത്, മുന്നോട്ട് തന്നെ പോകാം. ഞാൻ കണ്ടില്ലേ പോകുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം വരുന്നിടത്ത് വെച്ച് കണ്ട് ഫേസ് ചെയ്യുന്ന ആളാണ് ചേച്ചി. അതെ അല്ലെ? ഒരുപാട് അങ്ങനെ അനുഭവിക്കുന്നത്, മീൻസ് ഇപ്പോ പണ്ടത്തെ പോലെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടോ? അതോ എല്ലാം സത്യം പറഞ്ഞാൽ പണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് ചില സമയമൊക്കെ വിഷമം വരും, പക്ഷെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ എല്ലാത്തിനെയും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഒക്കെ നല്ല രീതിയിൽ കട്ടിയായി. കട്ടിയായല്ല, മനസ്സൊക്കെ കല്ലായി. സോ നമുക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വിഷയമല്ലാതായി. അതുപോലെ തന്നെ ഒരു വീഡിയോയില് ചേച്ചി ബൗൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നുണ്ട് വിവരമില്ലാത്ത ആളാണ് ചേച്ചി, ഒരുപാട് കമന്റ്സ്. എനിക്ക് വിവരമില്ല. ചിലപ്പോ നമ്മൾ സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. വിവരമില്ലാത്ത ആളാണെങ്കിൽ ആയിക്കോട്ടെ, ബൗൺസേഴ്സിനെ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, പറയട്ടെ. നമ്മളൊക്കെ പലരും പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ പറഞ്ഞു. നമ്മളത് ഡിഗ്രി പഠിച്ച് പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല. സോ അങ്ങനെ പറഞ്ഞ അത്രയും വിവരം ഇല്ലായിരിക്കും എനിക്ക്. പറയാനുള്ള വിവരം ഇല്ലായിരിക്കും. അത് ഞാൻ അംഗീകരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ബിഗ് ബോസിൽ റീഎൻട്രിക്ക് പോയപ്പോ പാടിയ ഒരു സോങ് വസീകര ഒന്ന് പാടിത്തരാമോ? വസീകര നെഞ്ചിലിതിൽ പൊൻപൊൻവടിയിൽ തൂങ്ങിനായി പോകുമതേ പാടും എന്നുള്ളത് റീഎൻട്രിക്ക് പോയപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. ഒരു സിംഗറും കൂടെയാണ്. പക്ഷെ ഞാൻ ദുബായിലും ബഹറിലൊക്കെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന പാട്ടാണ്. ഓരോ പ്രേക്ഷകർ, അതായത് ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യും, വസീകര പാട്, വസീകര. അപ്പൊ അത് പാടി ഞാൻ കരോക്കെ ഇട്ട് തകർത്ത പാട്ടുകളാണ് ഇതൊക്കെ. ഒരു ടിവിയിൽ പാടാൻ പറ്റിയത് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് ലാലേട്ടന്റെ മുൻപിൽ പാടാൻ പറ്റിയത്. പിന്നെ ലോകത്തുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകരുടെ മുന്നിലും ശിവാംഗിയുടെ മുന്നില്. ശിവാംഗി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് കുട്ടീനെ കേട്ടിട്ടുണ്ട്, അറിയാം. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്.
പാടിയപ്പം ആളുടെ എക്സ്പ്രഷനൊക്കെ പിന്നീടാണ് കണ്ടത്. സോ ഞാൻ എന്തെങ്കിലും പ്രൗഡ് ചെയ്തു. പാട്ട് കഴിഞ്ഞിട്ട് ശിവാങ്കി എന്തെങ്കിലും പറഞ്ഞോ? ഞെട്ടിപ്പോയല്ലോ ആള്, ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ എന്നോട് അങ്ങനെ പേഴ്സണലി പറഞ്ഞു, ഹായ് പറഞ്ഞു, ബൈ പറഞ്ഞു. ലാസ്റ്റ് സോങ് ആയിരുന്നു.